അമ്മേ എന്താടി നിന്റെ ചേട്ടൻ നിനക്കൊന്നും വയ്യേ? ചുമ്മാ ഒന്നും വെക്കിട്ട് കയറാൻ. അല്ല നിന്റെ മുഖത്തൊന്നൊരു പാട്. ഇപ്പൊ മനസ്സിലായി പാട് എന്താന്ന്? ഓൾ ക്ലിയർ. എന്നിട്ട് നീ നിന്റെ ചേച്ചിയെ പോലെ എന്നെ തോപ്പിക്കാനാ ഭാവമെങ്കിൽ ആയിക്കോ, പക്ഷെ അതെന്നെ കൊന്നിട്ട്. ഉദ്ദേശിക്കുന്ന പോലെ അല്ല അവൻ. വേണ്ട മോളെ, നീ ഓരോന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരുപാട് സങ്കടം വന്ന് പഠിച്ചു പോയതാ. ചേട്ടനോട് ക്ഷമിക്കുന്നേ. ഏട്ടനെ വിഷമിപ്പിച്ച ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അതുകൊണ്ടൊന്നുമല്ല, ചേട്ടനെ വിഷമിപ്പിച്ച് ഇവിടെ ഒന്നും നടക്കില്ല. ചേച്ചി ഒരാളുടെ കൂടെ പോയ എൻ്റെ ട്രോമ ഇതുവരെ ചേട്ടൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇനി ഇതും കൂടെ ആയാ എനിക്ക് പറ്റുന്നില്ല ദർശ. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇതിന്റെ ഇടയിൽ എന്റെ റോൾ എന്താ? എടാ നിന്നെ ടെൻഷനാക്കാൻ പറഞ്ഞല്ല, ഇനിയെങ്കിലും കുറച്ചുകൂടെ സീരിയസ് ആക്കി എടുക്കണം കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. അത് ശരി. ഞാൻ പിന്നെ ഇവിടെ റീൽസ് നടക്കുന്നു. ഇതിലും ഭേദം അതാ, നാലാളെ അറിയുകയും ചെയ്യും. എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് ചോദിച്ചോട്ടെ, സത്യം പറയണം, നിന്റെ ഈ ഒടുക്കത്തെ ട്രേഡിങ് കാരണം എത്ര രൂപ കടാണ് നീ ഉണ്ടാക്കി വെച്ചേക്കുന്നതിന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പറ കേട്ടെ. ഇതിപ്പം 5, 10, 15, 18,000. 18 ലക്ഷം. എനിക്ക് നിന്റെ അടുത്ത് ഇനി ഒന്നും പറയാനില്ല, ഒന്നും. ഇവിടെ വെച്ച് മറക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെടി മറക്കാം, എല്ലാം ഇവിടെ വെച്ച് തന്നെ മറക്കാം. അതൊക്കെയാണ് എനിക്ക് ഏറ്റവും എളുപ്പം. ഇവിടെ നീ കുറെ നേരെ കിടന്ന് ഡയലോഗ് അടിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ നീ എന്തെങ്കിലും എന്റെ ഇമോഷനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ കാവ്യ? നിനക്കൊരു കാര്യം അറിയോ? ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മൂത്ത മകനായി ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്റെ മേത്ത് വന്ന് വീണ ബാധ്യത, അതിനോർത്തുള്ള ടെൻഷൻ, അതിനെ കുറിച്ചൊക്കെ നീ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ അതിന്റെ ഇടയിലാ നമ്മുടെ പ്രേമം ഉണ്ടായത്. അതെനിക്ക് ആശ്വാസമായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇപ്പം എടി അല്ല, നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ പോലുള്ള ആൾക്കാരുടെ അവസ്ഥ അത് അനുഭവിച്ചാൽ മാത്രം മനസ്സിലാവും. കാവ്യ വേണ്ട, എനിക്ക് മനസ്സിലാവും. അല്ല ഒരു കണക്കിന് നിന്നെ കുറ്റം പറയില്ല. നീയെങ്കിലും എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. ഇത് ഞാൻ പൊരിക്കും. ஐயா ஏதாவது கொடுங்க ஐயா. பழனியப்பா ஞான பழனியப்பா. ഹലോ ഹലോ. ഓ മാറടങ്ങാ റേഞ്ചില്ല. ആ വീട്ടില് പട്ടികളെ കാര്യം പറയണ്ടാ. പട്ടി പിന്നെ വീടിന്റെ മുന്നിലെ ബോർഡിൽ നിന്റെ വീട്ടുപേരാണോ മലമങ്കി. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി, നെറ്റ്വർക്ക് ഉണ്ടല്ലോ. ഓവർ ഓവർ. പിച്ചക്കാരെ പണിയെടുത്ത് നിൽക്കാറുണ്ടെങ്കിൽ പട്ടികൾ ഒരിക്കണ പട്ടി കടിക്കില്ല എന്നട്ട പ്രമാണം. അയ്യാ ഏതാവത് കൊടുങ്ക അയ്യാ. ഇടോ താനേതാ? നിന്നോട് ഗേറ്റ് തുറന്നു അത് വരാൻ പറഞ്ഞേ. അല്ല ഇവളോ പെരിയ ഗേറ്റ് എന്നാലും സാടി വരെ മുടിയാത്. നിന്നെ ചാട്ടിക്കുന്ന കാണണോ? அப்படி சொல்லக்கூடாது சாமி, இதையெல்லாம் என் மகளுக்காக, என் மகள் கல்யாணத்துக்காக ஏதாவது தர்மம் கொடு சாமி. തനിക്ക് ഈ പ്രായത്തിൽ മകളോ? தங்கச்சி சாமி, தங்கச்சி. തങ്കച്ചി സ്വാമിയോ? ഒന്ന് സ്വാമി? அணியத்தி, அவர் வந்து எனக்கு மகள் மாதிரி. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. തമിട്ടോ உங்களுக்கும் இருக்குமே தேவதை மாதிரி ஒரு அணியத்தி. അത് തനിക്ക് എങ്ങനെ അറിയാം? கடவுள் இருக்கு சாமி, கடவுள் எல்லாம் கடவுள் விளையாட்டம். ஆனா நல்லா பாத்துக்கோ, உங்க தங்கச்சிக்கு யாரோ வளையம் போட்டிருக்கு, நல்லா பாத்துக்கோ. உங்க தங்கச்சிக்கு ஏதாவது கல்யாணம் பாக்குதா? ഉണ്ടെങ്കിൽ எந்த மாதிரி பையன் வேணும்? டாக்டர், என்ஜினியர், பைலட், ട്രേഡർ, പിച്ചക്കാരൻ. തൽക്കാലം പിച്ചക്കാരനെ ഒഴിവാക്കാം. ഇയാൾക്ക് ഇപ്പൊ എന്ത് വേണ്ടേ? உங்க மனசറിഞ്ഞാതാ கடவுள்கிட்ட പ്രാർത്ഥിക്കാൻ முடியும், എല്ലാം നല്ലപടി നടക്കും. എടോ
എനിക്ക് ഇതിൽ വിശ്വാസമൊന്നുമില്ല. പിന്നെ താൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഞാൻ അവളോട് ഒരു ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു NRI കെട്ടിച്ചു കൊടുക്കുള്ളൂ. അതിനിപ്പോ എന്ത് വന്നാലും ശരി. താൻ പോയി തന്റെ ദൈവത്തോട് പറഞ്ഞിട്ട് വാ. ആ അതാ താൻ പറഞ്ഞ ദേവത, എൻ്റെ തങ്കച്ചി. എന്റെ മുഖത്തിനും തൂറ്റി. എനിക്ക് വെള്ളം വെയിലൊക്കെ അലർജി. വീടിന്റെ മുന്നിലാണോ ഗേറ്റ് കൊണ്ടുവയ്ക്കുന്നത്? ഒരവട്ടം സ്വാമി. നീ ഇവിടെ ഇരിക്കാണോ? ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ്? നിന്റെ പരിപാടി നടക്കില്ല. നടക്കില്ലാന്നോ? എന്റെ ധർമ്മേഷൻ നിന്റെ കോണ ഐഡിയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കാൻ പോയത് ഇതിന് വേണ്ടിയിട്ടാണ്. വലിയ കഥ, ഇതിനെ കുറിച്ച് വെള്ളം കുടിച്ചിട്ട് പറഞ്ഞുതരാം. നിന്റെ ഐഡിയ കേട്ടപ്പോഴേ തോന്നി. ആവശ്യം നേരത്തെ വെള്ളവും നിറച്ചു വെക്കില്ല. എടാ നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നീ കൂടാവ്. ഒരു കാര്യം പറയട്ടെ, അവളെ ചേട്ടൻ മൊത്തത്തിലൊരു ഗുണ്ടാ സെറ്റപ്പാണ്. അതെനിക്ക് അറിയില്ലായിരുന്നു. അത് മാത്രല്ല, അയാൾ കൊടുക്കത്തൊരു കണ്ടീഷനുണ്ട്. എന്നിട്ട് അയാളെ പെങ്ങളെ ഒരു NRI അയാൾ കെട്ടിച്ചു കൊടുക്കൂ. അതിനിപ്പോ എന്താ? നിനക്ക് സ്വന്തമായിട്ടൊരു പാസ്പോർട്ടായി കണ്ടാ. അത് ശരി, നീ കല്യാണം മുടക്കാനാണ് നടത്താനാണ് അങ്ങോട്ട് പോയത്? കല്യാണം നീ ഇങ്ങോട്ട് വന്നേ. അതായത് ഞാൻ അവിടെ പോയിട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയിരിക്കുന്ന സമയത്ത് നിന്റെ പെണ്ണിന്റെ കൂടെ കയറി വന്നു അവളുടെ കൂട്ടുകാരി. ഏത് കൂട്ടുകാരി? മഞ്ജുഷ. മഞ്ജുഷയോ? ഏത് നിന്റെ മറ്റേ ഇൻസ്റ്റാ മഞ്ജുഷയോ? ഒരൊറ്റ ആൾക്കാർക്കുള്ള വന്നി. എടാ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാം, നമുക്കിത് വേണ്ട. ഓരോന്നറി കാമപ്രാന്താ. കണ്ണി കണ്ട പെമ്പിളേരെ വിളിച്ച് ഇൻസ്റ്റയിൽ പഠിച്ചിട്ട് മുങ്ങി നടക്കുന്നോ? ഇനി എങ്ങാനും ഈ കേസ് ഞങ്ങളുടെ ലൗകിലെങ്ങാനും വന്നാ അവിടെ ഇട്ടിയാ നിന്നെ കത്തിക്കും. നോക്കിയോ? നീ ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വാന്ന്. നീ ടെൻഷൻ അടിക്കണ്ട, അവിടത്തെ ആർക്കും എന്നെ മനസ്സിലായിട്ടില്ല. അപ്പളേക്ക് ഞാൻ മുടിയില്ലേ. കാവ്യം ഉണ്ടാക്കി തരാം. നിന്റെ അഭിനയത്തിന് പ്രോത്സാഹിപ്പിക്കാൻ വിളിക്കുന്നതായിരിക്കും. ദശ, നീ ഒരുമാതിരി കളിക്കല്ലേ. ഞാൻ ഇവിടെ ഓരോന്ന് പറഞ്ഞ് ശരിയാക്കി കൊണ്ടുവരുമ്പോഴാണ് നീ ഓരോ പുതിയ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. പ്ലീസ് ഒന്ന് നിർത്ത്. ഇന്നിവിടെ ധർമ്മേഷ് വന്ന് ഏട്ടൻ്റെ അടുത്ത് എന്തൊക്കെയോ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു. മേലെ ഇമാതിരി ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ചെകളൊടിച്ച് ഞാൻ പൊട്ടിക്കുന്ന അവൻ്റെ അടുത്ത് പറഞ്ഞേക്ക്. എന്നാലും അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ദർശ, ധർമ്മേഷ് പേടിക്കണ്ട, ഞാൻ അതിനൊന്നും വന്നതല്ല. അതിന് ഞാൻ ചായ എടുക്കാൻ പോയതല്ലേ. ബാത്റൂമിലാ. ദർശ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഏട്ടനോട് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്ത്? നീ അബ്രോഡാണെന്നും നീ ഇപ്പോൾ ലീവിന് ഇങ്ങോട്ട് വന്നാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അബ്രോഡ് പോകണം. ഐ മീൻ ഓസ്ട്രേലിയ. ആൻഡ് ഞാനൊപ്പം വരാം. നീ എന്തൊക്കെയാ കാവ്യ പറയണ? ഓസ്ട്രേലിയയോ? എടി അത് നടക്കണ കേസിൽ എനിക്കൊരു കാര്യം, എനിക്ക് പാസ്പോർട്ട് പോലും ഇല്ല. എടാ അതൊക്കെ ഞാൻ സെറ്റാക്കി തന്നോളാം. നീ ഇത് നോക്ക്, ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇതെന്തുട്ടാ? നോക്ക്. എഡിയോ? എടി സംഭവമൊക്കെ ഓക്കെ, പക്ഷെ ഇത് നീ പറഞ്ഞ പോലെ അത്ര എളുപ്പമുള്ള കാര്യമാണോ? അത് മാത്രല്ല അങ്ങോട്ട് പോലെ എക്സ്പെൻസീവ്, പിന്നെ അവിടെ പോയിട്ട് ഒരു ജോബ് സെർച്ച് ചെയ്യല് ഇതൊന്നും തെറ്റാവുന്ന എനിക്ക് തോന്നുന്നില്ല. സെറ്റാവും. മഞ്ജുഷ, ഇപ്പൊ ഓക്കെ. ഇത് എന്റെ PG ഫ്രണ്ട് മഞ്ജുഷ, ഇവളെ ഇതെല്ലാം സെറ്റ് ചെയ്ത്. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല പേടിക്കണ്ട, ട്രസ്റ്റ് ചെയ്യാം. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ടല്ല എഡ്ബി ത്രൂ പോകുന്നത് 100% ബർത്താണ്. കാവ്യയുടെ ചേച്ചി ഇപ്പൊ പോകുന്നത് എഡ്ബി ത്രൂ ആണ്. നീ പറഞ്ഞിരുന്നു അല്ലേ? ഒരു കണക്കിനാ വീട്ടിൽ പറഞ്ഞ സമയപ്പിച്ചേക്കുന്നേ. നീ ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് കൊളാക്കരുത്. എത്രയും പെട്ടെന്ന് എല്ലാം ചെയ്തോണം. അത് ശരിയാ, ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ളതെല്ലാം ഞാൻ സ്പീഡപ്പ് ആക്കാം. എന്നാലും ചെറിയൊരു പ്രശ്നമുണ്ട്. നിനക്ക് പ്രശ്നം? അതല്ല, എന്റെ ട്രേഡിങ്. ട്രേഡിങ്